വെൽക്കം ടു യംസർ ആൻഡ് കെംസർ ലേക്ക്. രാവിലെ ഏകദേശം 9 മണിയായപ്പോഴും നമ്മൾ കുള്ളനിലെത്തി. കുള്ളനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ്. കുള്ളൻ വില്ലേജ് വരുന്നത് ഗാന്ദർബൽ ഡിസ്ട്രിക്റ്റിൽ നമ്മൾ സോൻമർഗ് പോകുന്ന വഴിക്കുള്ളൊരു സ്ഥലമാണ് കുള്ളൻ എന്ന് പറയുന്നത്. നമ്മൾ കുള്ളൻ വില്ലേജിലാണ് നമ്മൾ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. നമ്മൾ തുടങ്ങിയതും കുറച്ച് നേരം കൂടെ അത്യാവശ്യം നല്ല ടെറൈൻ ആയിരുന്നു. പിന്നെ അവിടെ അത്യാവശ്യം സ്റ്റീപ്പായി. പിന്നെ നേരെ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ കയറിയത്. അവിടുന്ന് പ്രോപ്പർ ട്രയൽ മാപ്പിലുള്ള മാതിരിയല്ല, നമ്മൾ കുറച്ചുകൂടി നോക്കി കണ്ടറിഞ്ഞിട്ട് അങ്ങനെ കയറണം. പോകുന്നതിലേക്ക് അവിടെ മുകളിൽ താമസിക്കുന്ന കുറച്ച് ആട്ടിടന്മാരെ നമുക്ക് വീട്ടുകാരെയും കിട്ടി. നമ്മൾ ടയർഡായത് കൊണ്ട് തന്നെ കുറച്ച് നേരം അവരെ ഇരുന്ന് അവരുടെ സ്പെഷ്യലായിട്ടുള്ള നൂൺ ചായ്, കശ്മീരിലുള്ള ട്രഡീഷണൽ സാധനമായിട്ടുള്ള നമ്കിൻ ചായയും കീർത്തിയും കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇത് രാജാവായി പുള്ളിക്കാരനായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ നമ്മളപ്പോൾ ഫുള്ളി ഉണ്ടായിരുന്നത്. അവർ മുകളിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അവരെ ആടും കുതിരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഇപ്പോൾ നമുക്ക് സ്നോ മൗണ്ടൻസിൻ്റെ വ്യൂ ഒക്കെ ക്ലിയർ ആയി. പിന്നെയും അവിടുന്ന് പൈൻ ഫോറസ്റ്റിന് അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടുള്ള ട്രയൽ ആയിരുന്നു മുകളിലോട്ട്. അങ്ങനെ മുകളിലെത്തിയപ്പോൾ നമ്മളെ ഫസ്റ്റ് ബേസിലെത്തി. അവിടെ അത്യാവശ്യം നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളായിരുന്നു. നല്ല എന്ന് വെച്ചാൽ ഈ ഫോറസ്റ്റ് ട്രയലൊക്കെ അതിന് കുറച്ചുകൂടി മുകളിലോട്ട് മൗണ്ടൈൻ്റെ മുകളിൽ ഏകദേശം 3200 മീറ്റർ മുകളിൽ നമ്മളെത്തി. അവിടെ അതുകൊണ്ട് തന്നെ വ്യൂവും കാര്യങ്ങളും അത്യാവശ്യം നല്ല രസമായിരുന്നു. ബാക്ക് സൈഡിൽ കാണുന്ന സ്നോ മൗണ്ടൻസൊക്കെ സോൺമർഗ് സൈഡിലാണ് കേട്ടോ. അവിടെ പിന്നെ നമ്മൾ നേരെ അങ്ങനെ പോയി. പിന്നെയാണ് ട്രയൽ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയത്. നമ്മൾ ഇതുവരെ അത്യാവശ്യം നല്ല സ്റ്റീപ്പിലാണ് കഴിഞ്ഞ 10 കിലോമീറ്റർ നടന്നു വന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അത്യാവശ്യം ഒരു 3-3.5 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ടായിട്ടുള്ളൂ. അവിടെ നിന്ന് അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളും പോകുന്ന ട്രയലും കാര്യങ്ങളും ഈ രീതിയിലാണ്. നമുക്ക് ഏകദേശം ആ കാണുന്ന സ്നോ മൗണ്ടൻസിൻ്റെ തൊട്ട് അരികിലായിട്ട് എത്തണം. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈം ഏകദേശം 4:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെതർ മാറുന്നതിന് മുമ്പ് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കുറച്ചുകൂടി പെട്ടെന്ന് പോയി. ഏകദേശം 1-2 റിവർ ക്രോസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട് എത്തിയത്. പക്ഷെ കാണുന്ന കാഴ്ചകളൊക്കെ വേറെ തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോകുന്നതായിട്ട്. ഇങ്ങനെ ഓൾമോസ്റ്റ് ഏകദേശം ഒരു 5-5:30 ആയപ്പോഴത്തേനും നമ്മൾ ഏകദേശം നമ്മളെ സ്പോട്ടിലെത്താൻ നമ്മൾ ടെൻറ്റ് ചെയ്യാനുള്ള സ്പേസ് നോക്കി അടക്കിയിരുന്നു. നമ്മളിപ്പോൾ രാജാബായി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ആ ഒരു സ്പോട്ടിലെത്തി. നമ്മളിപ്പോൾ ഉള്ളത് കുള്ളനിൽ ഗാന്ദർബൽ ഡിസ്ട്രിക്റ്റിൽ വരുന്ന കുള്ളനിൽ നിന്ന് ട്രക്ക് ചെയ്ത് കയറിയിട്ട് വരുന്ന കെംസറിൻ്റെ മുകളിലാണ്. അലിമോബായിലെ വീട്ടിലാണ് നമ്മളുള്ളത്. നമ്മൾ ടെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി വിചാരിച്ചു വന്നതാണ്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ തന്നെ നിന്നാൽ മതിയായിട്ട് ഓരോ ടെൻറ്റിൽ നമ്മളെ സ്റ്റേയും കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ കശ്മീരിൽ ഇത്രയും കാലം വന്ന ട്രക്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രക്കും അതേമാതിരി വ്യൂവും അമ്മാതിരി സാധനം കേട്ടോ. നമ്മളെ പുറകിലുള്ള വ്യൂ നോക്കി നോക്ക്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 2 ലേക്സാണ് വരുന്നത്. ഒരു ലേക്ക് ഇവിടെ, ഒരു ലേക്ക് വരുന്നത് അവിടെയാണ്. എന്താ ഇപ്പോഴത്തെ വ്യൂവും കാര്യങ്ങളും വരുന്നത്. ഏത് സ്ഥലമാണെന്ന് പറയുക, പക്ക സ്വർഗം എന്ന് പറയുന്ന ആ വക ഏരിയ. പിന്നെ നമ്മൾ ലഗേജൊക്കെ വെച്ച് സെറ്റപ്പായി. അവിടെ നമ്മളപ്പം ഒരു 4 ആൾക്കാരുണ്ടായിരുന്നു കയറി വന്നപ്പം തന്നെ. ഒരുത്തം ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, ഒരാടെ ഉണ്ടായിരുന്നു. അവൻ്റെ പേര് ബുർഹാനായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോത്തൊക്കെ വർത്താനം പറഞ്ഞ് ഇപ്പോൾ ഒരു പറഞ്ഞാൽ തൊട്ട് മുകളിൽ തന്നെയാണ് കെംസറിലേക്ക് വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് ആകെ ഒരു 500-300 മീറ്റർ നടക്കാനുള്ള ദൂരം ഉണ്ടായിട്ടുള്ളൂ. കശ്മീരിൽ തന്നെ ഒരു ഹിഡൻ ആൽപൈൻ ലേക്കാണ് ഈ കെംസറിലേക്ക് കയറുന്നത്. അവിടെ എത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നേരെ അത്യാവശ്യം ഒരു 6-7 മണിയായത് കൊണ്ട് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. നമ്മൾ വൈകുന്നേരം എത്തി. നമ്മളൊരു ചായ കുടിച്ച് മുകളിലേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായ ടെൻറ്റിൻ്റെ ഏരിയ കേട്ടോ. ഇവർ 2 വീട്ടുകാരെ ആടുകളാണ് ഇത്രയും തോനെ. നോക്കി നോക്കി തിരിച്ചു വന്നപ്പോൾ ഇവിടുത്തെ വ്യൂ വരെ അപാരം കേട്ടോ. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ വെച്ചിട്ടോ നമ്മൾ ശരിക്കും ടെൻറ്റ് ഇവിടെ സെറ്റ് ചെയ്യാൻ മുകളിൽ ലേക്കിൻ്റെ അടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഓരോ ടെൻറ്റിൻ്റെ അടുത്ത് ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മളത് നിർത്തിച്ച് ഇവിടെയാണ് ഇന്നിപ്പോൾ നമ്മളെ സ്റ്റേ. ഇത് നമ്മളിവിടുത്തെ ടീം. ഇതാണ് നമ്മളവിടുന്ന് ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നത്. ഇവർ രണ്ടാളും അപ്പോൾ आप इस जगह का नाम क्या है ना जरूर को इस जगह का नाम क्या है? ओ केम्सर है. इस जगह का नाम क्या है? इस जगह का नाम है यमसर केम्सर. जगह का नाम है जमशेदी. वो कश्मीरी लोग बोलते हैं जमशेदी. लेकिन सर का नाम है यमसर केम्सर. ओके. ये लेक कौन सा वाला है? ये लेक कौन सा वाला है? केम्सर है. आगे था यमसर केम्सर. ओके. फिर आप लोग कितना महीने इधर रहते हैं? हम तो 3.5 महीने यहाँ रहे. 3.5 महीने. उसके बाद किधर जाएगा? इंटर घर उधर श्रीनगर हारवन की साइड पे डिस्ट्रिक्ट से. इधर और मौसम वगैरह सब कैसे है? मौसम 100 हिसाब से रहते हैं. कहीं बारिश, कहीं बर्फ भी आते हैं, कहीं बारिश, कहीं गर्मी भी होता है. फिर भी सुकून है. फिर भी सुकून रखना है. और क्या अच्छी है. सुकून तो रखना है, मजबूरी है. फिर आप सबका नाम बता के दे दो. आपका नाम? मेरा नाम है एजाज अहमद चौपान. मैं डिस्ट्रिक्ट श्रीनगर दारा हारवन से हूँ. एक बार गुलामुद्दीन चौपान. വേറെ
शबीर अहमद चौपान शबीर अहमद चौपान. चौपान क्या कास्ट होता है कास्ट का नाम है ना चौपान. चौपान. उधर मीर उईर ऐसे हाँ, वगैरह ऐसे चौपान इधर होते चौपान हैं. आता है. सही है, सही है. आपका भी पता है ना किधर जा रहे? बताओ आपका नाम क्या है ना? हाँ ആസിഫ് ആസിഫ്. വേറെ നമ്മളെ ആ बताओ ना आपका नाम बताओ. ആബിദ്. ആബിദ് നമ്മളപ്പോൾ താഴ്ന്നു. അവർക്ക് സംഭവം സമ്മർ ലീവാണ് കാശ്മീരിൽ നിലവിൽ. അപ്പോൾ ലീവിന് വേണ്ടി ഒരു 10 ദിവസം ലീവ് ആയതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മളപ്പോൾ ട്രക്കിങ്ങിന് കയറിയപ്പോൾ വന്നതാണ്. अब वेकेशन के लिए इधर आया ना? किधर पढ़ाई कर रहे? और നാളായി നമ്മള് ചാച്ച നമ്മള് നേരത്തെ പരിചയപ്പെട്ട്. चाचा का नाम एक और बताओ, एक बार बताओ नाम. अली मोहम्मद अली मोहम्मद. अली मोहम्मद और पूरा चौपान. अली मोहम्मद चौपान. अली मोहम्मद चौपान. हाँ. दीदी का वीडियो मुश्किल है. ठीक है फिर डर से. हाँ. ओ बुरहान किधर है? बुरहाना. ഓ ബുറാൻ. ഓർ മറ്റുള്ള പേരെന്തായിരുന്നു? ആബിറ. ആ ബുറാന. ആ फिर उधर बैठो उसके लिए. ചെക്കന്മാര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. फिर हम ऐसे ऐसे വീഡിയോ कर रहे. ഇതുവരെ ഫുള്ള് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഇവരെ ആട് കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലമാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ആട് ഇവർ ലീസുമാരി വാങ്ങി കൊണ്ടുവന്നേക്കുന്നുണ്ട്. ആ ബുറാൻ ഭായ് ആയ. ये हमारा बुरहान भाई है. बुराना बताओ कुछ बताना दवाची ना क्या ना. चीज है? शिकायत ना बुरहान हाँ? बताओ ना. बुरहान. शिकायत ना बताओ. नाले बताओ. शर्म करता है. हाँ शर्म करता है. മുണ്ടിടില്ല. നേരത്തെ നമ്മൾ നല്ല രീതിക്ക് വർത്താനം പറയണേ. ഇപ്പൊ സമയം ഏകദേശം എത്ര 7:45 ഇവിടെ ഉള്ള നിലവിലെ കാഴ്ച കേട്ടോ. ഇത് നോക്കി ഫുള്ള്. നമ്മളിപ്പോൾ ഉള്ളത് ഗാന്ദർബൽ ഡിസ്ട്രിക്റ്റിലാണ്. ഈ ഏരിയ മൊത്തം വരെ ഈ ആട് വളർത്തലും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ. ആ വ്യൂ ഒന്ന് ഫുള്ള് കാണിച്ചു. ആ ഇനി ക്യാമറ കണ്ണുകൾ ക്യാമറാമാൻ്റെ അടുത്തേക്ക്. കുരുടാ എങ്ങനെയുണ്ട് നമ്മളെ സ്പോട്ട് നമ്മൾ വന്നതിൻ്റെ കാര്യങ്ങൾ? സത്യം പറഞ്ഞാൽ നമ്മള് ഒരു പ്ലാൻ ഉള്ളാണ്ട് ഇറങ്ങിയതാ. നമ്മൾ ആദ്യം വിചാരിച്ച് എവിടെയായിരുന്നു വാർവാൻ പോവാൻ വേണ്ടി. വാർവാനിൽ തുടങ്ങിയ ട്രെക്കാണ്. കാരണം ഞാനും റോഷനും നാട്ടിൽ പോകും. അപ്പോൾ അതിന് മുമ്പ് ഏതെങ്കിലും ഒരു ട്രെക്ക് ചെയ്യണം. പിന്നെ വാർവാൻ വിട്ട് നമ്മൾ പൂഞ്ചിലെത്തി പീർപ്പാഞ്ചലിന്റെ 7 ലേക്സ് അടിക്കാൻ. അവിടെ ആണെങ്കിൽ 30 ദിവസം മുന്നേ എൻകൗണ്ടർ നടന്ന് ഇപ്പോഴും വൻ സീനാ. കണ്ട ഷൂട്ടാ. അങ്ങനെ അവർക്ക് ക്യാൻസൽ ചെയ്ത് അവസാനം അമർനാഥ് യാത്രയിൽ വരെ എത്തി. അമർനാഥ് യാത്രയ്ക്കാണെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. അത് ഉണ്ടാക്കാനുള്ള ടൈമില്ല. അങ്ങനെ നമ്മള് പട്ടാളക്കാർ ഇരിക്കുന്നുണ്ട്, പെർമിഷൻ എടുത്തിട്ടില്ല, എന്താ ഒന്നും അറിയാണ്ട് വന്നതാ. അങ്ങനെ വരുന്ന വഴിക്കാണ് വില കിട്ടിയത്. ചെക്കന്മാരെ ആ പിന്നെ നമ്മുടെ അമർനാഥ് യാത്ര കയറാൻ വന്ന 2 പിള്ളേരും ഉണ്ട് നമ്മുടെ. ഓരോരും കൂടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചറിയാം. വേറെതല്ല നമ്മളെ കാസർഗോഡ് ഫ്രീക്ക് ഉണ്ട്. ട്രക്കിങ്ങിന് വന്നപ്പോ കോസ്റ്റ്യൂം ഇതോ ജ്വൽസൊക്കെ ഒന്ന് കാണിച്ച പ്ലീസ്. അടിച്ച ലോക്കറ്റ്. നൈറ്റ് ആയപ്പോൾ അതിന് അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മളതിലുണ്ടായ സ്റ്റൗവിൽ നമ്മൾ ഒരു കട്ടനൊക്കെ ഉണ്ടാക്കി. അതിന് മുമ്പേ ഓരോ നൂൺചായും കാര്യങ്ങളൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ക്യാമ്പ് ഫയറിൽ ഇങ്ങനെ എന്തോ കൊണ്ടുവന്ന് ഇട്ടിങ്ങനെ നമ്മൾ പോയപ്പോൾ നമ്മളൊപ്പം വന്നൊരാടിനെ എന്തോ ഒരു വെയ്യായും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനങ്ങനെ സൈസാക്കി അതിൻ്റെ തലയും കാലും അങ്ങനെ വെട്ടിയിട്ടുണ്ട് തീരിട്ട്. ഇതിനു മുമ്പ് ക്യാമ്പ് ഫയറിൽ ആരെങ്കിലും ആടിന്റെ തലയിട്ടിട്ട് കെട്ടിക്കോ? അങ്ങനെ കുറച്ച് നേരം നമ്മൾ ചൂടെ കൊണ്ട് ഏകദേശം ഒരു 9-9:30 ആയപ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായി, നല്ല തണുപ്പുണ്ടായി. പിന്നെ ഓരന്നെ നമ്മൾ കുക്ക് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ നമ്മളെ കുക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല. ഓരന്നെ നമുക്ക് വേണ്ടിയുള്ള ചോറും നല്ല മട്ടൻ കറിയും യക്കിനിയും മട്ടൻ ചാപ്പൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ചോറും കറിയും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് ഫുഡ് കഴിച്ച് നമ്മളന്നവിടെ റെസ്റ്റ് എടുത്ത്. നമ്മളുടെ സെക്കൻഡ് ഡേ ആണ്. ഈ ടെൻറ്റിൽ തന്നെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ ടെൻറ്റ് യൂസ് ചെയ്യേണ്ടി വന്നില്ല. നമ്മളതിൽ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം അടിപൊളിയായിട്ട് നമ്മൾ ഉറങ്ങി. രാവിലെ നെയ്ച്ചോം കാണുന്ന വ്യൂ ഇതാട്ടോ. ബാക്ക് സൈഡിൽ ഫുൾ ആട്ടുമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം 200-300 ആട് രാവിലെ കറക്കലും പരിപാടിയൊക്കെ ആയിട്ട് എല്ലാത്തിനും സെറ്റ് ചെയ്ത് നിൽക്കുക.
അപ്പോൾ തന്നെ നമുക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ റെഡിയാണെന്ന് പറഞ്ഞു. നമ്മൾ നേരെ താഴെ പോയി ഒന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് സെറ്റായി തിരിച്ചു വന്നപ്പോൾ നല്ല അടിപൊളി പഹാടി നൂൺ ചായയും റൊട്ടിയും റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ ഇന്നലെ നിന്ന ടെൻറ്റിൻ്റെ പുറയിലാണ്. ഏകദേശം ഫുൾ ആടിനും ഇവർ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു. ऐसे बकरी है उधर कहलाते. ഇന്നലെ ഈ ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ ഇതും കൂട്ടിയിട്ട് പറഞ്ഞില്ലേ, അതിൽ കുറച്ചുകൂടി പിന്നെ ഇറങ്ങാണ്ട്. ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഏകദേശം 10 മണി ഈ ടൈമിലപ്പോൾ അതിന് തുറന്നു പറഞ്ഞത്. എന്തോ ചേരാ പിന്നെ നമ്മൾ കണ്ടതിലൊരു വ്യത്യസ്ത കാഴ്ചയാണ് ആളുകൾക്ക് അവിടെ ഉപ്പ കൊടുക്കുക. രാവിലെ തന്നെ ഞങ്ങൾ ഉപ്പ് തീറ്റിച്ചിട്ടാണ് ഇറങ്ങുന്നത്. കുറച്ചുകൂടി ഇതിന് വെള്ളവും ഫുഡും ആണെങ്കിലും കുറച്ചുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഉപ്പ് തിന്നാൻ വേണ്ടിയിട്ട് പോകുന്ന കാഴ്ചയാണ് കേട്ടോ. ഏകദേശം 100-300 ആളുകൾ ഒരുമിച്ച് ആ ഉപ്പ് തിന്നാൻ വേണ്ടിയിട്ട്. നമ്മളപ്പോൾ എംസറിൻ്റെ ട്യൂണിലേക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നിന്ന് താഴെ ടെൻറ്റിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ കയറി ഈ മുകളത്തെ കുന്നുമ്പോൾ കയറിയിട്ടപ്പോഴാണ് സാധനം കണ്ടത്. ആ കാണുന്ന ലേക്ക് കണ്ടോ, ആ കാണുന്നതാണ് എംസർ വരുന്നത്, എംസറിലേക്ക് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇന്നലെ ഈവനിങ് ഇത് നിയർ ബൈ ചെയ്യുന്നു. ഇതാണ് കെംസർ. 2 ലേക്കും കാരണം കണ്ട് ഈ ഒരു ട്രക്കിങ്ങിനാണ് കെംസർ ലേക്ക് ട്രക്കിംഗ് തന്നെ പറയുന്നത്. ഇത് അവിടുത്തെ വ്യൂവും കാര്യങ്ങളും. ഇപ്പോൾ സമയം ഏകദേശം ടൈം എത്രയായി? 10:40. ഇവിടുത്തെ കാലാവസ്ഥ ഇതാണ്. ഇടക്കിടക്ക് ക്ലൈമറ്റ് ഒന്ന് വെയിലാവും പിന്നെയും കൂടെ വരും അവസ്ഥ. പിന്നെ നേരെ ലേക്കിലോട്ട് പോകും. നമ്മൾ എംസർ ലേക്ക് ട്യൂൺ ലേക്കിൻ്റെ പോയിൻ്റൊക്കെ കണ്ട് 2 ലേക്കും കണ്ടിട്ട് ചാടാൻ വേണ്ടിയിട്ട് കെംസർ ലേക്കിലൂടെ തന്നെ വന്ന് ഉള്ളിൽ കുറച്ചുകൂടി വലുതും അത്യാവശ്യം കുറച്ചുകൂടി രസം കെംസറായ കൊണ്ട് തായ്ക്ക് വന്ന് നമുക്കുള്ള മാഗിക്കുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കുകയാണ്. ലേക്കിൻ്റെ അടുത്ത് തന്നെ നമ്മളതിൽ മാഗി ഉണ്ടായിരുന്നു, റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫുൾ സെറ്റപ്പാക്കി